ഇതുമ്മ വീട്ടിലില്ലാത്തതുകൊണ്ട് വൈകുന്നേരത്തെ ചായക്കുള്ള കടി കൊണ്ടുവരാൻ ആളില്ലാത്തൊരു സങ്കടത്തിലാണ് കേട്ടോ നീനുട്ടി. അപ്പോൾ അവൾക്കാണെങ്കിൽ ഇതുമ്മ വരുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമയുമില്ല. കാരണം അവളപ്പച്ചി ഇപ്പം ഇങ്ങോട്ട് പോയിട്ടുള്ളൂ കൊണ്ടുവരാനായിട്ട്. കോഴിക്കോട് ആയതുകൊണ്ട് തന്നെ 1.5 മണിക്കൂർ പിടിക്കും അവൾ വരാൻ. അപ്പോൾ അത്രയും സമയം എനിക്ക് വയ്യ. പുറത്തേക്ക് നോക്കി നോക്കി ഏതെങ്കിലും കുട്ടികളുണ്ടാവുമല്ലോ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നവർ. അപ്പോൾ അതുവരെ കൊണ്ട് ആരോടെങ്കിലും കൊണ്ടുവരിപ്പിക്കാമെന്ന് കരുതി കുറേ നോക്കി നിന്ന് അങ്ങനെ ഒരു കുട്ടിയെ കിട്ടി. അവനെന്തൊക്കെയോ കൈമണിയൊക്കെ കൊടുത്തിട്ട് അവളിത് അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്താ, മാഗിയും പാലുമാണ്. മാഗി ആയതുകൊണ്ട് തന്നെ പിന്നെ ആ ഭാഗത്തേക്ക് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം അവൾ ഉണ്ടാക്കിയോളും. മാഗി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. കാരണം ഈ ഒരു നൂഡിൽസ് ഇങ്ങനെ ഇട്ട് ഇളക്കുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവളുടെ മുഖഭാവം കണ്ടാൽ അവൾ എന്തോ സംഭവം, വലിയ സംഭവം എന്തോ ഉണ്ടാക്കുന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഇതാ അവൾ തീറ്റയും കൂടിയൊക്കെ അങ്ങനെ നടക്കുന്നതിനിടയിലാണ് ഇതും ഓടി വന്നത് കേട്ടോ. 2 ദിവസമായില്ലേ കണ്ടിട്ട് വന്നിട്ട് തന്നെ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ തുത്ത് എനിക്കാണെങ്കിൽ ഒരുപാട് വീഡിയോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവർ പുറത്ത് പോയതിന്, മാളിൽ പോയതിൻ്റെ, ഫുഡ് കഴിച്ചതിൻ്റെ, ഗെയിം കളിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ചോദിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇമ്മച്ചി ഞാൻ ചിക്കൻ തിന്നിരുന്നു, പിസ്സ തിന്നിരുന്നു, ബർഗർ വാങ്ങി അങ്ങനെ ഒരുപാട് ഗെയിം കളിച്ച് നല്ല അടിപൊളിയായിരുന്നു. അവൾ സത്യം പറഞ്ഞാൽ അവൾ ട്രിപ്പ് മൂഡിലായിരുന്നു. കാരണം ഞാനില്ലാത്തതിൻ്റെ ഒരു മിസ്സിങ് വിഷമോ അവളിൽ ഉണ്ടാകരുത് എന്ന് കരുതിയിട്ട് തുത്തു അങ്ങനെ എല്ലായിടത്തും അവരെ കൊണ്ടുപോയി ഒരു അടിപൊളി മൂഡിലായിരുന്നു കേട്ടോ അവൾ. അങ്ങനെ ഞാൻ ചോദിച്ചത് എന്താ പോയ പോലെയല്ലോ ബാഗിന് വലിപ്പം കട്ടിയൊക്കെ കൂടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അതിൽ നിന്ന് കുറേ തുത്തുൻ്റെ ഡ്രസ്സുകൾ ഇങ്ങനെ ഒരു 2-3 ഡ്രസ്സുകളൊക്കെ എടുത്ത് വലിച്ചിട്ട് നോക്കിയപ്പോൾ എന്താ അത് ഇങ്ങനെ അടിവിട്ടതും എന്താ പറയുക തുന്നൽ വിട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. അതൊക്കെ തയ്ച്ചിട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 ദിവസത്തിനുള്ള അവൾ മഞ്ചേരിക്ക് നിൽക്കാൻ വരുമെന്ന് പറഞ്ഞ് അപ്പോഴേക്കും സ്റ്റിച്ച് ചെയ്ത് അത് കൊണ്ടുപോകണം കേട്ടോ.